റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹമുക്തയാക്കുന്നു, തലാഖ് കൊടുക്കുന്നു. അതിനുശേഷം വിവാഹമുക്തയായ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നു. ഈ ചരിത്ര സംഭവത്തിന്റെ സൂചനകളും ചില സ്ഥലങ്ങൾ വ്യക്തമായിട്ടും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ തന്നെ വിവരിച്ചതാണ്. ഓരോ ആയത്തുകളും ഓതി ഞാൻ പറയാതിരുന്നത് സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ടാണ്. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു തലാഖ് കൊടുത്ത സൈനബ് റളിയല്ലാഹു തആല അൻഹയെ, അതായത് തന്റെ അമ്മായിയുടെ മകളും സെയ്ദിന്റെ വിവാഹമുക്തയുമായ സൈനബിനെ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നു. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇതാ വളർത്തു പുത്രന്റെ മകൻ, പുത്രന്റെ ഭാര്യയെ ഇവർ വിവാഹം ചെയ്തിരിക്കുന്നു എന്ന്. അത് എത്രമാത്രം ശരിയാണ്? മരുമകളെയാണ് ഭാര്യയായിട്ട് സ്വീകരിച്ചതെന്ന്. ആ ആക്ഷേപത്തെ എടുത്തുദ്ധരിക്കുകയും അതിന് മറുപടിയായിട്ടാണ് ഈ ആയത്ത് വരുന്നത്. മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. മുഹമ്മദ് സെയ്ദിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷന്റെയോ പിതാവല്ല, മുമ്പുമല്ല ഇപ്പോഴുമല്ല, ആവുകയുമില്ല. മറിച്ച് വലാകിർ റസൂലല്ലാഹ്, അല്ലാഹു, പക്ഷേ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലാണ്. മുഹമ്മദ് നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിക്ക് ഔരസ സന്താനങ്ങളില്ല, വളർത്തുപുത്രനുമില്ല എന്ന വാക്യം ഇവിടെ വരുന്നു. വളർത്തുപുത്രനും ഉണ്ടായിരുന്നു, അതിനെയും നിഷേധിക്കുകയാണ്. അത് പറയും. അതിനു മുമ്പ് തന്നെ വളർത്തുപുത്രന്മാർ നിങ്ങളുടെ പുത്രന്മാരല്ല, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജഡിക സന്താനങ്ങളാണ്, ഔരസപുത്രന്മാരാണ് യഥാർത്ഥ പുത്രന്മാരെ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ അതിന് മുമ്പുള്ള ആയത്തുകളിൽ പറയുകയും ചെയ്യുന്നു. അപ്പൊ സംഗതി എവിടെ എത്തി? മുഹമ്മദ് സന്താനരഹിതനാണ് എന്ന് നേരത്തെ ആക്ഷേപിച്ചിരുന്ന ആക്ഷേപം വളർത്തുപുത്രനും മകനല്ല എന്ന പ്രഖ്യാപനത്തോടു കൂടി ആ ആക്ഷേപം വീണ്ടും ഉയരുന്നു. അവിടെ വെച്ച് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയാണ്, സന്താനരഹിതനായതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം സന്താനങ്ങളില്ലാത്ത, തന്റെ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത, അനന്തരാവകാശികളില്ലാത്ത, അദ്ദേഹത്തോടു കൂടെ നശിച്ചു പോകുന്ന ഒരാളായി മാറുകയില്ല. വലാകിൻ, പക്ഷേ. ലാക്കിൻ എന്ന്, പക്ഷേ എന്ന് ഇംഗ്ലീഷിൽ ബട്ട് എന്ന് പ്രയോഗിക്കുന്നത് പോലെ. എന്തിനാണ് പക്ഷേ എന്ന് പ്രയോഗിക്കാറുള്ളത്? സാധാരണ നമ്മൾ പറയാണ്, ഇന്ന ആള് ക്വാളിഫൈഡ് ഡോക്ടർ അല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ചികിത്സയിൽ വൈദഗ്ധ്യമുണ്ട്, അദ്ദേഹത്തിന് ചികിത്സയിൽ വൈദഗ്ധ്യമുണ്ട്. ഒരു ഭാഗത്ത് ക്വാളിഫൈഡ് ഡോക്ടർ അല്ല എന്ന് നിഷേധിക്കുമ്പോൾ അടുത്ത പക്ഷേ എന്ന് പറഞ്ഞ വാക്കിൽ ആ പറഞ്ഞതിൽ ഉള്ള സംശയത്തിൽ മറ്റൊരു ഭാഗത്തെ ഇവിടെ സ്ഥിരീകരിക്കുന്നുണ്ട്. മുമ്പ് നിഷേധിച്ച ഒരു സംഗതിയെ മറ്റൊരു വിധത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ പക്ഷേ എന്ന പദം പ്രയോഗിക്കാറുള്ളത്. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ സെലഫിക്ക് അത് സ്വീകാര്യമാവുകയില്ല. അതുകൊണ്ട് സെലഫിയുടെ ഭാഷയിൽ ഞാൻ അത് വായിച്ചു കേൾപ്പിക്കട്ടെ. പറയുന്നു, ലാക്കിൻ ലിൽ ഇസ്തിദ്റാക്കി. ലാക്കിൻ എന്നുള്ള പ്രയോഗം, പക്ഷേ എന്ന അറബിയിൽ ഞാൻ തർജ്ജമ ചെയ്ത ലാക്കിൻ എന്ന പ്രയോഗം സംശയ ദൂരീകരണത്തിന് വേണ്ടിയാണ് വരാറുള്ളത്. ഫമഅനൽ ഇസ്തിദ്റാക്കി ദഫ്ഉ തവഹുമിൻ മിൻ കലാമിൽ മുഖദ്ദമി ബൈന കലാമൈനി മുതഗായിറൈനി നഫിയൻ വ ഇസ്ബാതൻ മഅനൻ. ഷറഹി ജാമിയിൽ, അതായത് അറബി ഇൽമെ നഹ്വിന്റെ ഗ്രന്ഥത്തിൽ ഈ ലാക്കിൻ എന്ന പ്രയോഗത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. അറബി ഗ്രാമറിന്റെ പ്രാമാണ്യ യോഗ്യമായ ഗ്രന്ഥമാണിത്. എന്താണ് പറഞ്ഞത്? അതിന്റെ ഇസ്തിദ്റാക്ക് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു വാക്കിന്റെ, മുമ്പും പിമ്പുമുള്ള രണ്ട് വാക്കിന്റെ ഇടയിൽ വരുന്ന സംശയത്തെ ദൂരീകരിക്കുവാൻ, മുമ്പത്തേതിലുള്ള സംശയത്തെ ദൂരീകരിക്കുവാനാണ് രണ്ടാമത്തേതിൽ വരല്. ഒരു ഭാഗത്ത് അതിനെ നിഷേധിക്കുന്നതാണ് പറയുന്നതെങ്കിലും മറുഭാഗത്ത് അതിനെ മറ്റൊരർത്ഥത്തിൽ അതിനെ സ്ഥിരീകരിക്കുന്ന വിധത്തിൽ കൂടിയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇനി ആ അർത്ഥത്തിൽ ഒരു ഭാഗത്ത് ആരുടെയും ജഡിക സന്താനമല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇനി ലാക്കിൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സന്താനമല്ല എന്ന് നിഷേധിച്ചതിനെ സ്ഥിരീകരിക്കുന്ന ഒന്നായിരിക്കണം അടുത്ത് വരേണ്ടത്. ഇത് അറബി ഭാഷയുടെ നിയമമാണ്, നമ്മൾ സാധാരണ ഭാഷയിൽ പ്രയോഗിക്കുന്ന വാക്കുമാണ്. എന്താ പറഞ്ഞത്? വലാകിർ റസൂലല്ലാഹ്, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ്. അതായത് ജഡിക പിതൃത്വം നിഷേധിക്കുന്നുവെങ്കിൽ ആത്മീയ പിതൃത്വം അവിടെ അംഗീകരിക്കുകയും അതിനെ സ്ഥിരീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ,
ഇക്രിമ അബൂജഹലിന്റെ ജഡിക സന്താനമാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ആത്മീയ സന്താനമായി മാറുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് എല്ലാ മൂമിനീങ്ങളും അദ്ദേഹത്തിന്റെ മക്കളാണ്. മക്കളില്ല എന്ന കാര്യത്തിൽ നിങ്ങൾ അന്തപ്പെടേണ്ട ആവശ്യമില്ല, കുഴപ്പത്തിലാകേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിമാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിമാർ മൂമിനീങ്ങൾക്ക് മാതാവാണ് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാതാവാണ് എന്നുള്ളത് ഭൗതികമായിട്ടല്ല, ആത്മീയമായിട്ടാണ്. അതിനെ തന്നെയാണ് വലാക്കി റസൂൽ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയമായ പിതൃത്വം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞു. ഇനിയുള്ള ഒരു കാര്യം, വലാക്കി റസൂൽ അല്ലാഹി വഖാത്തമൻ നബിയീൻ, ഖാത്തമൻ നബിയീൻ കൂടിയാണ്. അവിടെ ആ പ്രവാചകന്മാരിൽ അന്ത്യനുമാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ വാക്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സലഫി പറഞ്ഞ ഒരു പശ്ചാത്തലമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഞാൻ ആദ്യം ഇതിന്റെ സാധാരണ പോസിറ്റീവ് സെൻസിൽ എന്താണ് ഇതിനുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത്. പ്രവാചകന്മാർ, പിന്നെ അദ്ദേഹം മൂമിനീങ്ങൾക്ക് പിതാവാണ്, അദ്ദേഹം റസൂലായതുകൊണ്ട് എന്നും പ്രവാചകന്മാരെ അവസാനിപ്പിക്കുന്ന ആളെ എന്നുള്ള രണ്ട് വാക്യങ്ങൾ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പറയണമെങ്കിൽ വലാക്കിൻ എന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് വേറൊന്നെടുത്ത് പറയേണ്ടി വരും. അവിടെ പറഞ്ഞു വന്നത് വലാക്കി റസൂൽ അല്ലാഹ്, അത്ഫിന്റെ വാവ് എന്ന് പറയും, രണ്ടെണ്ണം കൂട്ടിച്ചേർക്കാനുള്ള വാവ്. അങ്ങനെ അത്ഫിന്റെ വാവ് വന്നാൽ അതിനെക്കുറിച്ചുള്ള പരാമർശം എന്താണ് അറബി ഗ്രാമറിലുള്ളത്? നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എംഫസിസ് ചെയ്തുകൊണ്ട്, കൂടുതൽ ശക്തി പകർന്നുകൊണ്ടാണ് അടുത്തത് പറയുക എന്നാണ്. അതാണ് ഫസാഹത്തിന്റെയും ബലാഗത്തിന്റെയും സാഹിത്യ ചാതുരിയുടെ യഥാർത്ഥത്തിലുള്ള വശം. അങ്ങനെ പറയുമ്പോൾ അള്ളാഹു ഫസാഹത്തും ബലാഗത്തും അറിയാത്തവനല്ലല്ലോ. അള്ളാഹു അതിന്റെ സാഹിത്യ ചാതുരിയോടുകൂടി തന്നെയാണ് പറഞ്ഞത്. വലാക്കി, അദ്ദേഹം ആരുടെയും പിതാവല്ല, ഒരു പുരുഷന്റെയും പിതാവല്ല. അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ്. അതിനാൽ മുഅ്മിനീങ്ങളുടെ ആത്മീയ പിതാവാണ്. ഖാത്തമൻ നബിയീൻ, നബിമാരുടെ കൂടെ പിതാവാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല പ്രവാചകന്മാർക്ക് കൂടി പിതാവാണ്. ഖാത്തമ എന്നാൽ മുദ്ര എന്നാണ്. അതെങ്ങനെയാണ് പിതാവായത് എന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കും. അത് ഞാൻ മാറ്റി തർജ്ജമ ചെയ്തു എന്ന് പറയണ്ട. ചിലപ്പോൾ ഈ അരവാക്ക് ക്ലിപ്പിട്ടുകൊണ്ട് ജൂതന്മാരെ പണിയെടുക്കും. അതെങ്ങനെ എടുത്തു എന്നുള്ളത് ഞാൻ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് പറയും. അത് പ്രവാചകന്മാരുടെ മുദ്രയാണ്. അതിന്റെ അർത്ഥം, വിവക്ഷ ഞാൻ പറയുന്നത്, ഖാത്തമ് എന്നുള്ള പദം ബഹുവചനത്തിലേക്ക് ചേർത്ത് പറഞ്ഞാൽ, ഖാത്തം എന്ന് സലഫിക്ക് മനസ്സിലാകാൻ വേണ്ടി, മനസ്സിലാക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, പറയുകയാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നതിന് വേണ്ടി വിനയാന്വിതമായി പറയുകയാണ്. ഖാത്തം എന്ന പദം ഇസ്മ ആലത്ത്, സാമഗ്രി നാമം, ജമ്മിലേക്ക് ഇലാഫത്ത് ചെയ്ത് പറഞ്ഞാൽ, സമൂഹ നാമത്തിലേക്ക് അതിനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ, ആ സമൂഹത്തിലെ ശ്രേഷ്ഠൻ, ആ സമൂഹത്തിലെ പിതൃത്വം അംഗീകരിക്കുന്ന ആള് എന്നാണ് അറബി ഭാഷയിൽ നാളിതുവരെ വിരചിതമായ എല്ലാ സാഹിത്യങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ളത്. അതിന് ഇദ്ദേഹം എന്താ പറഞ്ഞറിയോ? ഖത്തമ എന്ന് പറഞ്ഞ ആ അർത്ഥണ്ട്, ഈ അർത്ഥണ്ട് എന്നാ പറഞ്ഞു. ഖത്തമയെ കുറിച്ചല്ല ചർച്ച ചെയ്തത്, ഖാത്തമ എന്നാണ്. അപ്പൊ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഖാത്തമി ഖത്തമി ഒരേമാതിരി തന്നെ അല്ല. അടിപൊളി എന്ന് പറഞ്ഞു. അതിൽ അടിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ എങ്ങനെയാവുക? അടിപൊളി വേറെയാണ്, ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞു. അപ്പൊ ലേഡീസ് വേറെയാണ്, ഫിംഗർ വേറെയാണ്. അതിന് വെണ്ടക്ക പറ്റൂല പറഞ്ഞ് ചർച്ച ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ താറുമാറ്, അതിനൊന്ന് വ്യവച്ഛേദിച്ച്, അശ്ലീലമാണത്. അപ്പൊ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളെ പകുതിയെടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് കള്ളൻ പോലീസായി ഞങ്ങളുടെ മേൽ ആക്ഷേപം ഉതിർക്കുകയും ചെയ്യുമ്പോൾ സലഫി പറയേണ്ടത് അള്ളാഹുവിനോടാണ് മറുപടി എന്ന് അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ടുകൊണ്ട് ഞാൻ ഉണർത്തുകയാണ്. ഖത്തമയുടെ ചർച്ചയിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല. ഖത്തമ എന്നുള്ള പദത്തിൽ നിന്ന് നിഷ്പന്നമാകുന്ന, അതിൽ നിന്ന് ഉടലെടുക്കുന്ന, അതിൽ നിന്ന് പിരിഞ്ഞു വരുന്ന പല പദങ്ങളുണ്ട്. അറബി ഭാഷ നിങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ട ഗതികേടാണ് എനിക്കുള്ളത്. അറബിയിൽ ത്രിയക്ഷര പദങ്ങൾ, അതായത് 3 അക്ഷരങ്ങളുള്ള പദങ്ങളെ
ആ കാര്യത്തിന് വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടോ ഒക്കെ അതിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ, ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്താൽ ഉണ്ടാവും. ഉദാഹരണമായി ലബനുൻ പാല്, ലുബാനുൻ പാൽക്കാരൻ, മൽബനുൻ അകിട്, മിൽബനുൻ അതിന് കിട്ടുന്ന ഉൽപ്പന്നം വെണ്ണ. ഇങ്ങനെ പാലുമായി ബന്ധപ്പെട്ട എത്രയും കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ലാമ് ബായ് നൂന് ഈ മൂന്നക്ഷരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ അപ്പുറം ഇപ്പുറം കൂട്ടിച്ചേർത്താൽ, വാക്കുകളല്ല അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ അറബിയിൽ അതിന് വാക്യങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെ പദങ്ങൾ പല വിധത്തിൽ പിരിഞ്ഞാണ് അറബിയിൽ ഭാഷയിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത്. അത് അറബി ഭാഷക്കുള്ള ഒരു പ്രത്യേകതയാണ്, മറ്റു ഭാഷകൾക്കില്ലാത്തത്. അത് മാതൃഭാഷയായതുകൊണ്ട്, ഭാഷകളുടെ ജനനിയായതുകൊണ്ട്, അള്ളാഹു സ്വയം പഠിപ്പിച്ച ഭാഷയായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് തിരിച്ചു വരാം. ഖാത്തമ എന്നുള്ള പദം സമൂഹനാമത്തോട് ചേർത്താൽ, ഉദാഹരണമായി ഖാത്തമുശ്വറ, കവികളിൽ ഖാത്തം എന്ന് അറബി ഭാഷയിൽ പ്രയോഗിച്ചാൽ അതിന്റെ അർത്ഥം കവികളെ അവസാനിപ്പിക്കുന്നവൻ എന്നല്ല, അദ്ദേഹത്തിന്റെ കവിത ഇനി വരാനുള്ള ആളുകൾക്ക് കവിതയുടെ സാക്ഷീകരണമാണ് എന്ന നിലയിലാണ്. ഖാത്തമുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളിൽ ഖാത്തം എന്ന് പറഞ്ഞാൽ അതോടുകൂടി തഫ്സീറിന്റെ കിതാബ് അവസാനിച്ചു എന്നല്ല. വരാനുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ തഫ്സീറിനെ അംഗീകരിക്കാതെ, അതിന്റെ സാക്ഷ്യമുദ്രയില്ലാതെ ഒരാൾക്കും തഫ്സീറിന്റെ രംഗത്തേക്ക് കാലുവെക്കാൻ സാധ്യമല്ല എന്നാണ് ആ പറഞ്ഞ ആളുടെ അറിവിൽ അതിന്റെ അർത്ഥം. ഒരാള് ഖാത്തമുൽ മുഫസ്സിരീൻ എന്നൊരു മുഫസ്സിരീനെ കുറിച്ച് പറഞ്ഞാൽ ആ പറഞ്ഞ ആളിന്റെ അറിവിലുള്ള അർത്ഥം ഇനി വരാനിരിക്കുന്ന തഫ്സീറുകളൊക്കെയും അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ സാക്ഷ്യമുദ്രയോട് കൂടിയാണെങ്കിൽ മാത്രമേ തഫ്സീറായിട്ട് അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ്. ഖാത്തമുൽ മുഹദ്ദിസീൻ എന്നൊരാളെ പറഞ്ഞാൽ, അറബിയിൽ പറഞ്ഞാൽ അടുത്ത് വരാനിരിക്കുന്ന ഹദീസ് മുഹദ്ദിസീങ്ങൾക്കൊക്കെ തന്നെ ഇദ്ദേഹം വരുംകാലത്തിൽ ഇദ്ദേഹത്തിന്റെ സാക്ഷീകരണത്തോടു കൂടിയാണ് അവർ മുഹദ്ദിസീങ്ങളായി അംഗീകരിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഖാത്തമുൽ മുഹഖിഖീൻ, നിരൂപകരിൽ ഖാത്തം എന്ന് പറഞ്ഞാൽ വരാനുള്ള നിരൂപകർക്ക് സാക്ഷ്യമുദ്രയായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അടയാളത്തോടു കൂടിയാണ് അടുത്തുള്ള ആളുകളെ മുഹഖിഖീനായി അംഗീകരിക്കപ്പെടുക എന്നാണ് അതിനർത്ഥം. കോഴിക്കോട് കുറ്റിച്ചിറയിലെ ജിഫിരി തങ്ങളുടെ മഖ്ബറയുണ്ട്. അതിന്റെ മുകളിൽ ഖാത്തിമത്തുൽ ഔലിയ, ഔലിയാക്കളുടെ ഖാത്തം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഖാത്തമ് അതോടുകൂടി അവസാനിച്ച്, ഔലിയാക്കൾ അതോടുകൂടി അവസാനിച്ച് അള്ളാന്റെ വലി ഉണ്ടാവൂലേ? അല്ലാഹു വലിയുൽ മുഅ്മിനീന, അള്ളാഹു മൂമിനീങ്ങളുടെ വലിയാണ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ അള്ളാഹു മൂമിനീങ്ങളുടെ വലിയാണെങ്കിൽ ഖാത്തിമത്തുൽ ഔലിയ എന്ന് എഴുതി വെച്ച ആൾ എഴുതി വെച്ചത് കൊണ്ട് ഇനി വലിയില്ല എന്നില്ല. ആ എഴുതി വെച്ച ആളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ വരാനുള്ള ഔലിയാക്കൾക്ക് ഖാത്തമാണ് അദ്ദേഹം. ഇനി ഇതിന് ഇങ്ങനെയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലായിട്ടില്ല, ഒന്നുകൂടെ പറയാം. ഖാത്തം എന്ന പദത്തിന് മുഫ്രദാത്ത് കൊടുത്ത അർത്ഥത്തിന്റെ ഒരു ഭാഗം ഇവിടെ സലഫി ഉദ്ധരിച്ചു, അതിന്റെ മേൽഭാഗം ഞാൻ ഉദ്ധരിക്കാം. മുഫ്രദാത്ത് റാഗിബ്, ഇമാം റാഗിബ് അസ്ഫഹാനി വിശുദ്ധ ഖുർആന്റെ പദങ്ങളെ കുറിച്ച് വ്യവച്ഛേദിച്ച് അതിന്റെ അർത്ഥം പറയുന്നതിൽ ഇസ്ലാമിക ലോകത്ത് പ്രാമാണ്യ യോഗ്യനാണ് എന്ന കാര്യത്തിൽ സലഫിക്ക് ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ സംശയം ഉണ്ടാവുകയില്ല. മുഫ്രദാത്തെ റാഗിബ് പറയുന്നു, അൽ ഖത്മു വത്തബഉ യുഖാലു അലാ വജ്ഹൈനി. ഖതം എന്നുള്ള പദവും തബഅ എന്നുള്ള പദവും രണ്ടും രണ്ട് വിധത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അത് മസ്ദറു ഖതംതു വതബഅതു, അതിന്റെ രണ്ടിന്റെയും മസ്ദർ ധാതു നാം പരിശോധിക്കുമ്പോൾ ഖതംതു വതബഅതു എന്ന് വരുന്നു. വഹുവ താസീറു ശൈഇ കനഖ്ശിൽ ഖാതമി, അത് ഒരു വസ്തുവിന്റെ അടയാളം മറ്റൊന്നിൽ ഉണ്ടാക്കുക എന്നാണ്. ഉദാഹരണം, എങ്ങനെ ഒരു സീല് അതിന്റെ അടയാളം അത് വെക്കപ്പെടുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്നുവോ അതേപോലെ ഒരു സീല് വെക്കുമ്പോൾ ആ സീലിന്റെ അടയാളം കടലാസിലോ
അതല്ലെങ്കിൽ വെക്കപ്പെട്ട സാധനത്തിലോ പതിയുന്നത് പോലെ ഖാത്തമ് എന്ന പദത്തിന്റെ അർത്ഥം സീല്, അടയാളപ്പെടുത്തുന്ന സീല് എന്നാണ് അതിനർത്ഥം. ഇത് ഞാനല്ല പറഞ്ഞത്. അറബി ഭാഷ ഉച്ചരിക്കാൻ അറിയയില്ല, അറബി ഭാഷയുടെ അർത്ഥം അറിയയില്ല എന്നൊക്കെ പുരപ്പുറത്ത് കയറി കൂവുമ്പോൾ അറബി ഭാഷയുടെ സാമാന്യമായിട്ടുള്ള മര്യാദയുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ആളുകളെ പരാമർശിക്കുകയും ചെയ്യുമ്പോൾ അതിന് മുകളിലുള്ള ഭാഗങ്ങൾ കൂടെ വായിക്കേണ്ടതാണ്. പറയുന്നു, അതേപോലെ തന്നെയാണ് താബിഈനും പ്രയോഗിക്കുന്നത്. വസാനി, രണ്ടാമത്തെ അർത്ഥം അൽ അസറുൽ ഹാസിൽ, അടയാളം ലഭിച്ചിട്ടുള്ള അതിനെയും പറയും. അതായത് ഒന്ന് അടയാളപ്പെടുത്തുന്ന ഉപകരണ നാമം, അതാണ് ഖാത്തം. തായിന്റെ ഫതഹോടുകൂടി അകാരത്തോടുകൂടി വന്നാൽ ഖാത്തം എന്നുള്ളത് സാമഗ്രി നാമമാണ്. അതാണ് അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം, അടയാളപ്പെടുത്തുന്ന സീല്. അത് കഴിഞ്ഞാൽ സീൽ ഏതിൽ അടയാളപ്പെടുത്തപ്പെട്ടോ അതിനെയും, ഒരു കടലാസിൽ സീല് വെച്ചാൽ കടലാസിൽ പതിഞ്ഞിട്ടുള്ള സീലിനെയും ഖാത്തം എന്ന് പ്രയോഗിക്കും. ഇനി അങ്ങനെ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് തുടർന്ന് പറയുകയാണ്, ഇതിനെ മജാസിയായിട്ട് പ്രയോഗിക്കുന്നു. താറത്തം ഫിൽ ഇസ്തിസാഖി മിനശ്ശൈ, ഒരു വസ്തുവിനെ നിർത്തുന്നതിന് വേണ്ടി, നിർത്തൽ ചെയ്യുന്നതിന് വേണ്ടി, ബന്ദ് ചെയ്യുന്നതിന് വേണ്ടിയും യുതജവ്വസു മജാസിയായിട്ട്, ആലങ്കാരികമായിട്ട് പ്രയോഗിക്കുന്നു. അപ്പോ ഒരു വസ്തുവിനെ നിർത്താൻ വേണ്ടി, ഒരു കാര്യത്തെ നിർത്തുന്നതിന് വേണ്ടി ഖാത്തം എന്നുള്ള പദം പ്രയോഗിക്കുന്നത് യുതജവ്വസു ബിദാലിക എന്ന് പറഞ്ഞുകൊണ്ട് മജാസിയായിട്ടാണ്, ആലങ്കാരികമായിട്ടാണ് എന്ന് വ്യക്തമായിട്ടും വൈയാകരന്മാർ വിവരിക്കുന്നു. ഇവിടെ രണ്ടർത്ഥങ്ങൾ, ഒന്ന് സീല് വെക്കുന്നത് ഉപകരണം, മറ്റൊന്ന് സീല് അടയാളപ്പെട്ടത്. ബാക്കി നിർത്തൽ ചെയ്യുക എന്നുള്ളത് മജാസിയാണ്, ആലങ്കാരികമാണ്. ഉദാഹരണമായി നരി എന്ന് പറഞ്ഞാൽ, അല്ലെ സിംഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പിക്ചറുണ്ട്. അതേ സമയത്ത് ആ കസേരയിൽ ഇരിക്കുന്ന ആള് സിംഹമാണ്. ഉദാഹരണമായി അദ്ദേഹത്തിന്റെ സിംഹഗർജനത്തിന് മുമ്പിൽ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം വാലും 4 കാലും പല്ലും നഖവും ഒക്കെ ഉള്ള ആളാണ്, വേഗം ഓടിക്കോ എന്നാണ് അതിന്റെ അർത്ഥം. അത് ആലങ്കാരികമായാണ് പറഞ്ഞത്. അങ്ങനെ ആലങ്കാരികമായി പ്രയോഗിച്ചാൽ അതിന് ഭാഷാപരമായിട്ടുള്ള നിയമം എന്താണ്? ആ ആലങ്കാരികമായി പ്രയോഗിക്കപ്പെട്ട ഏതിനെയാണോ ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചത്, ഒരാളെ കുറിച്ച് പറയുമ്പോൾ സിംഹം, ആ സിംഹത്തിലും ഈ പ്രയോഗിക്കപ്പെട്ട വ്യക്തിയിലും രണ്ടിലും ഒരേപോലെയുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. സിംഹത്തിലുള്ള ഒരു ഗുണം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. ആ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ആലങ്കാരികതയുള്ളൂ. അതല്ലാതെ സിംഹത്തിന്റെ എല്ലാ പല്ലും നഖവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവനെ സാധാരണ ബോധമില്ലാത്തവൻ, ഭോഷ്കൻ എന്നാണ് പച്ച മലയാളത്തിൽ മിതമായ ഭാഷയിൽ പറയുവാനുള്ളത്. ഇവിടെ ഈ പ്രവൃത്തിയാണ് നമ്മുടെ സലഫി ചെയ്തിട്ടുള്ളത് എന്ന് വ്യസന സമേതം ഞാനിവിടെ പറയേണ്ടതുണ്ട്. ഈ ആലങ്കാരികമായിട്ടുള്ള അർത്ഥം അവസാനിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം എടുത്തിട്ടാണ് നേർക്ക് നേരെ പ്രവാചകത്വ പരിസമാപ്തി കുറിച്ച ആളെ, പ്രവാചകന്മാരെ അവസാനിപ്പിച്ച ആളെ എന്ന അർത്ഥം എടുത്തിട്ടുള്ളത്. അഹമ്മദിയ ജമാഅത്ത് ഈ ആലങ്കാരികമായ അർത്ഥത്തെയും അതേപോലെ തന്നെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തെയും, രണ്ടർത്ഥത്തെയും അംഗീകരിക്കുന്നു. അതെങ്ങനെയാണ്? ആദ്യത്തെ നേർക്ക് നേരെയുള്ള അർത്ഥം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. കുന്തു ഖാത്തമൻ നബിയീൻ, ഞാൻ ഖാത്തമൻ നബിയീൻ ആയിരുന്നു. വ അന്ന ആദമുൻ മുൻജദിലുൻ ബൈനൽ മായി വത്തീൻ. മറ്റൊരു ഹദീസിൽ ഇൻദല്ലാഹി ഇൻദ ഉമ്മുൽ കിതാബി എന്നെല്ലാം വരുന്നുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ സന്നിധിയിൽ, അള്ളാഹുവിന്റെ മൂലഗ്രന്ഥത്തിൽ ഖാത്തമൻ നബിയീൻ ആയിരുന്നു.
ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പൂർവകാല പ്രവാചകന്മാർക്ക് നേർക്ക് നേരെയുള്ള അർത്ഥത്തിൽ ഖാത്തമാകുന്നത്? നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിന് അടിക്കല്ലിടും. അതിനുശേഷം വെക്കുന്ന ഓരോ കല്ലുകളും അതിന്റെ സീലിംഗ് അത് പൂർത്തിയാകുന്നത് വരെ ആ സീലിംഗിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ സീലിംഗ് ഇടണമെന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ ആരംഭം മുതൽ അതിൽ പ്രതികരണം, ആ പ്രവൃത്തിക്കുള്ള കാരണമായിട്ട് നിലകൊള്ളുന്നത്. ഒരു വസ്തുവിന്റെ മബ്ദ, അതിന്റെ പ്രാരംഭം, അതിന്റെ ആത്യന്തിക ലക്ഷ്യം, അതിന്റെ പരിണാമ ഗുപ്തി വരെയും ആ പ്രാരംഭം മുതലുള്ള എല്ലാ പ്രക്രിയകളും അതിന്റെ അവസാനം വരെയും അത് അതിന്റെ കൂടെ തന്നെ നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, താങ്കളെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തെ നാം സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിപ്പെന്നുള്ള പരിപൂർണമായി മനുഷ്യന്റെ യഥാർത്ഥ ഔന്നത്യത്തിൽ, മനുഷ്യത്വത്തിന്റെ സർവസമ്പൂർണതയിലെത്തുന്ന അൽ ഇൻസാൻ കാമിൽ ഇൻസാനായ മുഹമ്മദ് മുസ്തഫ, പരിപൂർണ മനുഷ്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തയക്കുന്നതോടുകൂടി അതിന്റെ മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും പ്രക്രിയ, ആ പ്രക്രിയയിലേക്ക് പ്രവാചകന്റെ വരവിലേക്കുള്ള ചലനങ്ങളായിരുന്നു, അതിലേക്കുള്ള വരവായിരുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്. കാരണം ഖാത്തമുൻ നബിയീൻ എന്നുള്ള പദം മുഹമ്മദ് നബിയുടെ മഖാമുൽ മദ്ഹിൽ, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് വിവരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇത്ര തർക്കം എന്ന് തോന്നുന്നുണ്ടാവും? ഖുർആന്റെ ഒരു സവിശേഷത ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഖുർആനിൽ എവിടെയെങ്കിലും ആക്ഷേപത്തിനും തർക്കങ്ങൾക്കും വിധേയമാകുന്ന സ്ഥാനങ്ങൾ വരുമ്പോൾ അവിടെയാണ് അതിന്റെ ഗഹനമായ തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. നടന്നു പോകുന്ന ഒരു വ്യക്തി തട്ടിമുട്ടി വീഴുമ്പോൾ അവിടെ എന്താണുള്ളതെന്ന് സൂക്ഷ്മമായി പരിശോധിക്കുന്നത് പോലെ ആക്ഷേപത്തിന് വിധേയമാകുന്ന എല്ലാ ആയത്തുകളും അഭൗമിക ജ്ഞാനങ്ങളുടെ സാഗരങ്ങൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഖാത്തമ എന്നുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവോത്കൃഷ്ടമായിട്ടുള്ള പദവിയെ കുറിച്ച് എത്ര തന്നെ വിശദീകരിച്ചാലും ആത്മീയ ലോകത്ത് പ്രശോഭിതമായി നിൽക്കുന്ന ആ സൂര്യന്റെ പ്രകാശത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു വചനമാണ് ഖാത്തമുൻ നബിയീൻ. ആ പ്രവാചകന്മാർക്കെല്ലാം മുഹമ്മദ് നബിയുടെ വരവിന്റെ ഉദ്ദേശമാണ് അവർക്ക് ഖാത്തമായത് എങ്കിൽ ആ പ്രവാചകന്മാരുടെ അനുയായികൾക്കെല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവായിരുന്നു ആത്മീയമായി. അതാണ് ഞാൻ പറഞ്ഞത്, ഖാത്തമൻ നബിയീൻ വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതനായതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അദ്ദേഹം പിതാവാണ്. വ ഖാത്തമൻ നബിയീൻ, അമ്പിയാക്കൾക്ക് കൂടി അദ്ദേഹം പിതാവാണ് എന്ന് പറഞ്ഞത്. ആളാണ് അനാചാരങ്ങൾ, ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ മക്കളായും മരുമക്കളായും അറിയേണ്ട ആവശ്യമില്ല. ആ അനാചാരത്തെ വിഭാടനം ചെയ്യുന്നതിന് വേണ്ടി വന്ന പ്രവാചകനായിരുന്നു, അള്ളാഹുവിന്റെ റസൂലാണ്. ഇനി അങ്ങനെ ഒരു റസൂൽ ബാക്കിയുണ്ടെങ്കിൽ തന്നെ, റസൂലാണെങ്കിൽ തന്നെ അദ്ദേഹം തന്നെ എന്തിനാണ് ഈ ദത്തുപുത്രന്റെ മകളെ വിവാഹം ചെയ്യുന്നത് എന്ന ചോദ്യം ബാക്കിയാവുന്നു. അദ്ദേഹം തന്നെ ദത്തുപുത്രന്റെ മകളെ വിവാഹം ചെയ്യണമെന്നുള്ള ആക്ഷേപം, ശത്രുക്കളുടെ ആക്ഷേപത്തിന് മറുപടിയാണല്ലോ വരുന്നത്. ഖുറൈശികളുടെ ആക്ഷേപമാണ് ദത്തുപുത്രനെ പുത്രനായ അംഗീകരിക്കാതിരിക്കുമ്പോൾ പിന്നെ അടുത്തത് ദത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് പ്രവാചകനായതുകൊണ്ടാണ്. ഖുറൈശികൾക്കുള്ള മറുപടി, എതിരാളികൾക്കുള്ള മറുപടി, ശത്രുക്കൾക്കുള്ള മറുപടിയാണ് വരുന്നത്. ലോകത്ത് ശത്രുക്കളിൽ ഏതെങ്കിലും ഒരാളെ അത് മുഹമ്മദ് നബി തന്നെ ചെയ്യേണ്ടതുണ്ടായിരുന്നുവോ എന്ന് സലഫി പറഞ്ഞ ആ ആക്ഷേപം ഉന്നയിച്ചതിന് ലോകത്തുള്ള ഏതെങ്കിലും തഫ്സീറിന്റെ കിതാബുകളിൽ നിന്ന് ഒരു വാറോലയല്ല ഒരു കീറോല എടുത്ത് ഉദ്ധരിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ഖണ്ഡന ഭയം എന്നെ വെല്ലുവിളിക്കുകയാണ്. ഇത് മൗദൂദി തള്ളിക്കൊടുന്ന ഒരു സാധനമാണ്. മൗദൂദി സാഹിബാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഈ പശ്ചാത്തലം ഉണ്ടാക്കിയത്. ആവശ്യം വരുമ്പോൾ മൗദൂദികളെ കൂടെ കൂട്ടുപിടിച്ചാലും ശരി എന്ന നിലയിലാണ് സലഫി മുമ്പോട്ട് പോകുന്നത്.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ വിവാഹം ചെയ്യേണ്ടതുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു ശത്രു ആക്ഷേപിച്ചതായിട്ട്, അവിടെ പശ്ചാത്തലമാണല്ലോ പറയുന്നത്, ഏതെങ്കിലും ഒരു, അതിനെ വളച്ചൊടിച്ച് റാസി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് വരണ്ട. റാസിയുടെ തഫ്സീറിൽ അവസാനം ശരീഅത്തിനെ കുറിച്ചാണെന്ന് അതിന് മറുപടി പറയുമ്പോൾ ഞാൻ പറയുന്നത് നല്ല അടിവരട്ടോ പകുതി ക്ലിപ്പ് വെച്ച് മറുപടി പറയണ്ട. ഏതെങ്കിലും ഒരു തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ മുഹമ്മദ് നബി തന്നെ ഈ വിവാഹം ചെയ്യേണ്ടതുണ്ടായിരുന്നുവോ, അതല്ല ഏതെങ്കിലും ഒരു പ്രവാചകനെ, വരുംകാല പ്രവാചകനെ ചെയ്തുകൂടെ എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു എന്നതിന് തെളിവുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് നാസർ മൗലവി ഒരു മറുപടി പറഞ്ഞു. സമയപരിമിതി കൊണ്ട് ചില സമയത്ത് സംക്ഷിപ്തമായി പറയും. അതിൽ കയറി പിടിച്ചു കക്ഷി. അങ്ങനെ ഒരു നബി ഉണ്ടായിരുന്നോ എന്നുള്ള പ്രശ്നത്തിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? മുഹമ്മദ് നബി തന്നെ ചെയ്യണമെന്ന്. ഈസാ നബി വരുമെന്നും അദ്ദേഹം വിവാഹം ചെയ്യുമെന്നും പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒന്ന് പറ്റുമല്ലോ? ഏതായാലും 2000 കൊല്ലം കഴിഞ്ഞല്ലേ. ഒരു വിവാഹമുക്തിയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഇതൊരു നർമ്മബോധത്തോടു കൂടി നാസർ മൗലവി പറഞ്ഞതിനെ കിട്ടിയ വള്ളിയിൽ പിടിക്കാമെന്ന നിലയിൽ, മുങ്ങിച്ചാവുന്നവന് കച്ചിത്തുമ്പും രക്ഷ എന്ന നിലയിൽ അതിൽ പിടിച്ച് തൂങ്ങുകയാണ് അദ്ദേഹം ചെയ്തത്. അതവിടെ തൽക്കാലം നിൽക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ലോകത്ത് അത് വിവാഹം ചെയ്യാൻ സാധിക്കുകയില്ല. എന്തിന്? ഏതെങ്കിലും ഒരു അനുയായിനെ കൊണ്ട് അങ്ങനെ വിവാഹം ചെയ്ത് കാണിച്ചു കൊടുത്താൽ പോരെ? മുഹമ്മദ് നബി സ്വന്തം സക്കാത്ത് കൊടുക്കാതെ അതിനുള്ള സ്വത്തുണ്ടായിട്ടില്ല. മുഹമ്മദ് നബി ജീവിതത്തിൽ ഒരിക്കലും സക്കാത്ത് കൈകൊണ്ട് കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല, സ്വന്തം ചെയ്തിട്ടില്ല. കാരണം അതിനുള്ള സ്വത്ത് ആ കണക്കനുസരിച്ച് ഉണ്ടായിട്ടില്ല. മുസ്ലിം സമൂഹം മുഴുവൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്തും കൊടുത്ത്. അപ്പൊ ഒരു ദത്തുപുത്രന്റെ ഭാര്യയെ മാത്രം വിവാഹം ചെയ്ത് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ പിന്നെ വിവാഹം ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെ നബി തിരുമേനിയുടെ കാലഘട്ടത്തിൽ നബി തിരുമേനിക്ക് ബാധകമല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. നിന്റെ അടുത്ത് മാതാപിതാക്കളിൽ ഒരാളോ രണ്ടാളോ വാർദ്ധക്യം പ്രാപിച്ചു വന്നാൽ അവരോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറണമെന്ന് ഖുർആൻ പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു? വവജദക യതീമൻ ഫാവ. മുഹമ്മദ് നബിയെ യതീമായിട്ട്, മാതാവും പിതാവും ഇല്ലാത്ത അനാഥയായിട്ട് കാണുകയും നാം അഭയം നൽകുകയും ചെയ്തുമെന്ന് ഖുർആൻ പറയുന്നു. അതെങ്ങനെ മുസ്ലിങ്ങൾ പഠിച്ചത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കാനായി അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ വിവാഹം ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യം സലഫിയുടേതാണ്, അല്ലാതെ വേറെ ആരുടേതുമല്ല. ശത്രുക്കളിൽ ആരും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ ആക്ഷേപത്തിന് മറുപടി പറയുന്നതിന്റെ ഇടയിൽ ഒരു ചോദ്യം നമ്മളെ ഉന്നയിച്ച് അതിന്റെ മറുപടി അള്ളാഹ് അന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ട ദുർഗതിയും ഖുർആനിലില്ല. വളരെ സരളമാണ്. മുഹമ്മദ് നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല. അദ്ദേഹം സന്താനരഹിതനാണെന്ന ആക്ഷേപം ഉയരുന്നുമില്ല. പക്ഷേ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും അദ്ദേഹത്തിൽ വിശ്വസിച്ച റസൂലാണെന്ന് വിശ്വസിച്ചവരൊക്കെ അദ്ദേഹത്തിന്റെ മക്കളാണ്. അദ്ദേഹം ഭൗതികമായി പിതാവല്ലെങ്കിൽ ആത്മീയമായി പിതാവാണ്. വഖാതമൻ നബിയീൻ, പ്രവാചകന്മാരുടെ മുദ്രയുമാണ്. പ്രവാചകന്മാർക്ക് പോലും പിതാവാണ്. വളരെ വ്യക്തമാണ്. ഇനി ഞാൻ സലഫിയോട് ചോദിക്കുകയാണ്, ഖാത്തമന്റെ കളി കളിക്കണ്ട. ഖാത്തം എന്ന പദം നല്ലപോലെ ഇത് നിങ്ങൾ പഠിക്കണം, വേറെ വഴിയില്ല. ഖാത്തം എന്ന പദം ഇസ്മ ആലത്ത് സാമഗ്രി നാമം ജമ്മിലേക്ക് കൂട്ടിച്ചേർത്ത് സമൂഹനാമത്തിലേക്ക് കൂട്ടിച്ചേർത്തി വന്നാൽ ആ സമൂഹത്തിൽ അവസാനത്തെ ആള് എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു കാട്ടറബിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് ഖാത്തം അവസാനത്തിനും ഉപയോഗിക്കുന്നില്ല, ആലങ്കാരികമായിട്ടും അറബികൾ സാധാരണ ഭാഷയിൽ അത് ഇക്കാലത്ത് ഉപയോഗിക്കുന്നില്ല. അജ്മാനിൽ വെലസിയ സലഫിക്ക് അറിയാം, അറേബ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന അദ്ദേഹത്തിന് അറിയാം. ഇന്നത് ആരും ഉപയോഗിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. എന്ത് പറയേണ്ടത് സലഫി? വഖാതമു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്രയും പ്രസംഗിച്ച ആ വാക്ക് മൂപ്പർക്ക് അറബിയിൽ ഓർമ്മ വന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്ത് അങ്ങനെ പറയണ്ടായിരുന്നു. അങ്ങനെ ഉപയോഗിച്ചതായിട്ട് ഒരൊറ്റ ഉദാഹരണം കാണിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 40 ഉദാഹരണങ്ങൾ
ഈ മീർസ സാഹിബിന്റെ ആഗമനത്തിന് മുമ്പ് വന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിന്റെ ഫ്രണ്ട് പേജിന്റെയോ അതുപയോഗിച്ചുള്ള പേജുകളുടെയോ ഫോട്ടോ കോപ്പി സഹിതം തരാൻ ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുടെ പേര് പറയാം, നിങ്ങൾ നെറ്റിൽ പോയി അധികവും കിട്ടുന്നതാണ്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ ലോകത്താരും പ്രയോഗിക്കാത്തൊരു പ്രയോഗമാണ് അത്. സലഫി ഒരിക്കൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അർത്ഥമെങ്കിലും ഇവിടെ അള്ള പറഞ്ഞതിന് വേറെ അർത്ഥാണെന്ന് ഒരിക്കൽ പറഞ്ഞു. ഒരിക്കലൊരു പ്രഭാഷണത്തിൽ എടത്തനാട്ടുകരെ വെച്ച് പറഞ്ഞത് അങ്ങനെയാണ് അർത്ഥമെങ്കിലും അതിൽ നമുക്ക് തർക്കമില്ല, ഇവിടെ മാത്രം വേറെ അർത്ഥാണെന്ന്. അതാണ് പ്രശ്നം. ഇവിടെ മാത്രം എന്നുള്ളതുണ്ടല്ലോ, കുരങ്ങ് മർക്കട മുഷ്ടി എന്ന് പറയും. കുരങ്ങ് കരിക്കിന്റെ ഉള്ളിൽ കൈയിട്ടെന്ന് പറയും. കരിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വളനീര് വെട്ടി മോളെ കുടിക്കുമല്ലോ, അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് എന്തോ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവസാനം അതൊക്കെ പാടെ കൂട്ടിപ്പിടിച്ച് എടുത്തപ്പോ ചുരുട്ടി പിടിച്ചപ്പോ കൈ അതിന് പോരുന്നില്ല. പിന്നെ കൊടയിലുടങ്ങി. ഈ കൈ വിട്ടാ പോവും സാധനം. അതിനാണ് മർക്കട മുഷ്ടി എന്ന് പറയുന്നത്. ഇതേപോലെ ഹാത്തമിന് ആ കൈയാണ് വിട്ടാ മതി. ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ഭാഷയിലുള്ള പ്രയോഗത്തിന് ലോകത്ത് അറബികൾ പ്രയോഗിച്ചതിന് വിട്ടാ മതി. അതിൽ പിടിച്ചു നിന്ന കൈയായി കിടക്കുന്നല്ല യാതൊരു കാര്യം ഉണ്ടാവില്ല. ഇവിടെ അള്ളാഹു പറഞ്ഞ പശ്ചാത്തലം, ഭാഷയിലുള്ള പ്രയോഗം. ഇനിയോ ഖുർആനിലെ ചില ആയത്തുകൾ സലഫി ഉദ്ധരിക്കുന്നു. കഴിഞ്ഞ പ്രസംഗത്തിൽ, അതിന് മുമ്പത്തെ പ്രസംഗത്തിൽ പല പ്രസംഗങ്ങളിലും അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഇപ്പൊ ഖതമ എന്നുള്ള പദം മുദ്ര വെച്ചു പറഞ്ഞാൽ അവസാനിച്ചു എന്നാണ്. എവിടെ ഇഷ്ട ലോകത്ത് ഈ അവസാനിപ്പിക്കണ മുദ്ര വെച്ചിക്കണേ? കത്തെഴുതി സീല് വെച്ചു പറഞ്ഞാൽ അവസാനിപ്പിച്ചു എന്നാണ്. പിന്നെ അതിൽ ഡേറ്റ് എഴുതണ്ട്, മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരു നോട്ട് എന്ന് പറഞ്ഞ അടിയിൽ NB എന്നിട്ട് എഴുതേണ്ട കാര്യം ഉണ്ടെങ്കിൽ സീൽ ആരെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി വെക്കലുണ്ട് ലോകത്ത്. ഇതൊന്നും നിങ്ങൾക്ക് അറബി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നാട്ടുകാർക്ക് സാധാരണ മനുഷ്യന്മാർക്ക് അറിയുന്ന കാര്യമല്ലേ. ലോകത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി സീൽ വെക്കലുണ്ട് ആരെങ്കിലും? പോലീസ്, നിയമപാലകര് ആ കട പൂട്ടി സീല് വെച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ കട ഇനി പോലീസിന്റെ അനുവാദത്തോടു കൂടി തുറക്കുന്ന, അല്ല ഖിയാമത്ത് വരെ തുറക്കൂല എന്നല്ല. അവിടെ സീല് വെച്ചാൽ, ഉദാഹരണമായി സ്വർഗത്തിൽ ലഭിക്കുന്ന പാനീയത്തെ കുറിച്ച് ഖിതാമുഹു മിസ്കുൻ, അവർക്ക് നൽകുന്ന പാനീയത്തിന്റെ കുപ്പികളുണ്ട്, അതില് സീലുണ്ടാവും. അത് കസ്തൂരിയുടെ സീലാണ്. സ്വർഗത്തിൽ കസ്തൂരിയുടെ സീല് വെച്ച് കുപ്പികൾ കൊടുത്താൽ അത് തുറക്കാനുള്ളതല്ല, സ്വർഗവാസികൾക്ക് കുപ്പിക്കളിക്കുള്ളതാണെന്ന് പറയാൻ പറ്റുമോ? കുട്ടികൾ കളിക്കാൻ കൊടുക്കണ മാതിരിയുള്ള സാധനമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനാണ്. അത് പൊട്ടിച്ച് കുടിക്കാനുള്ളതല്ലേ? സീല് വെച്ച് ഇപ്പൊ കത്ത് അവസാനിപ്പിച്ചു, ഇനി അതിനൊന്നും പുറത്തേക്ക് പോകില്ല എന്നാണ്. ഇനി നമുക്ക് കത്തിന്റെ കാര്യം, കത്താണ് സലഫി വളരെ ശക്തമായിട്ട് എടുത്തു പറയുന്നത്. സലഫി ഒരു കത്ത് തന്റെ ജന്മദേശമായ എടത്തനാട്ടുകരയിൽ പോസ്റ്റ് ചെയ്യുന്നു. എടത്തനാട്ടുകര പോസ്റ്റ് ഓഫീസ് അലനല്ലൂര് മെയിൻ പോസ്റ്റ് ഓഫീസിന്റെ ബ്രാഞ്ചാണ്. അതുകൊണ്ട് എടത്തനാട്ടുകര പോസ്റ്റ് ഓഫീസിൽ നിന്ന് അതിന് സീല് വെക്കും കത്തിന്റെ പുറത്ത്. കത്തിന്റെ ഉള്ളിലേക്ക് ഒന്നും കിടക്കാതിരിക്കാൻ സലഫിയൻ ആദ്യം അത് ഒട്ടിച്ചിട്ടുണ്ടാവും, പശ തേച്ച് ഒട്ടിക്കും. അതാണ് ഒന്നിക്ക് കിടക്കാതിരിക്കാൻ ചെയ്യലേ. പക്ഷെ പോസ്റ്റ് ഓഫീസുകാരൻ സീൽ വെക്കുന്നത് സലഫി ഇതിലൊന്നും കയറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി ആരും ഇതിലേക്കൊന്നും കയറ്റരുത്, ഇത് അവസാനിച്ചിരിക്കുന്നു പറഞ്ഞ സീലാണെന്നാണ് സലഫി പറയുന്നത്. അതിനുശേഷം അവസാനിച്ച സീല് അലനല്ലൂര് മെയിൻ ബ്രാഞ്ചിൽ പോകും. മെയിൻ ബ്രാഞ്ചിൽ പോകുമ്പോൾ അവിടുത്തെ ആൾ ഒരു സീല് വെക്കും. അവ 2 സീല്. അവരും പറഞ്ഞു ഇനി ഇതിൽ വേറെ ഒന്നും കയറാൻ പാടില്ല. അവസാനം അത് വന്നത് അജ്മാനിലേക്കാണെന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ ഇവിടെ പിന്നെ കൂടാളിയിലേക്കാണ് വന്നെന്നിരിക്കട്ടെ. കൂടാളിയിൽ വരുമ്പോ അവിടെ ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു സീല് വെക്കും. അത് കൂടാളി, എനിക്ക് ഇവിടുത്തെ പ്രദേശത്തെ കുറിച്ച് അറിയില്ല, കണ്ണൂർ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ കണ്ണൂരിൽ നിന്ന് മെയിൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടാളിയിൽ നിന്ന്, അല്ല ചാലോട് നിന്നാണെങ്കിൽ അവിടെ നിന്ന്. അങ്ങനെ 2 സീൽ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഈ 4 സീലും കൂടി വെച്ചിട്ട് എന്താ ചെയ്യല്? ഇനി ഇതിലേക്ക് ഒന്നും കടക്കൂല, കത്ത് തുറക്കും വേണ്ടാന്ന്. കത്ത് കിട്ടിയാൽ എന്ത് ചെയ്യണം? 4 സീലുള്ള പിന്നെ തുറക്കുവോ? അങ്ങനെ തുറക്കാതെ എടുത്തു വെക്കണം. എന്താ ഇതിനൊക്കെ എന്താ പറയാ? എന്ത് വേണമെങ്കിലും നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, നിങ്ങൾക്ക് വിട്ടുതരണം. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ കയറും. അതുകൊണ്ടാണ് ഇവിടെ ഒരു കത്തെഴുതിയിട്ട് അവസാനം ഒരാൾ സീല് വെച്ചാൽ, ഏറ്റവും അവസാനം തന്നെ സീല് വെച്ച് ഇരിക്കട്ടെ, ആ സീല് വെച്ചതിന് ലോകത്ത് ആരാണ് മൂക്ക് കീഴ്പ്പിട്ടുള്ള ആള്? മേപ്പിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. മൂക്ക് കീഴ്പ്പിട്ടുള്ള ആളത് സലഫിക്ക് മനസ്സിലാവും ആ ഭാഷ. ഞങ്ങൾ രണ്ടാളും ഒരു നാട്ടുകാരാണ്. മൂക്ക് കീഴ്പ്പിട്ടുള്ള ആരെങ്കിലും കത്തിന്റെ അവസാനം സീല് വെക്കുന്നത് അവസാനിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ടോ?
പ്രിയ സഹോദരൻ, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഞാനെന്തിനാണ് എന്റെ നാട്ടുകാരനെ ഇവിടെ ഒന്ന് ചീത്ത പറയേണ്ട ആവശ്യം? എനിക്ക് അവിടെ പറഞ്ഞൂടെ?